ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിയാസ്മോ വ്ലോഗ്സിന്റെ അടുത്തൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇത് രഞ്ജിത്ത് ഏട്ടൻ, ഇത് വൈഷ്ണവ് ബ്രോ, പറഞ്ഞോട് പേര് പഠിച്ചു, രാകേഷ്, ഗണേഷ്, ഇവരെല്ലാവരും നമ്മുടെ ബാഗ ഫാമിലിയിലെ ചേട്ടനും അനിയന്മാരൊക്കെയാണ്. അപ്പൊ ഇന്ന് എന്റെ ഈ ഒരു വ്ളോഗ് ഇവിടുത്തെ ഓണം സെലിബ്രേഷനും മറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ധൃതി പിടിച്ച് വരുന്നതാണ് ലിജി. ഒരു ഹായ് പറയും എന്റെ ഫ്രണ്ട്സിന്. ഓക്കെ, ഹായ് പറ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പം പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മള് അത്തെടുന്ന പരിപാടിയൊക്കെ തുടങ്ങി. ഒരു ഹായ് പറയും രേഷ്മ ചേച്ചി. അതുപോലെ വൈഷ്ണവ് ചെയ്യുന്നില്ല ഗൈസ്, അത് ചുമ്മാ നിൽക്കുവാണ് കേട്ടോ, പോകുന്നില്ല. ഒരു ടാറ്റ മാത്രം. What happened, bro? കളി. നബി സാർ ഒരു ഹായ് പറ സാർ. ഓക്കെ സാർ. നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിന് തൊട്ടടുത്ത് തന്നെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കുറച്ച് ഈ സദ്യക്കുള്ള ടേബിളും ചെയേഴ്സും സ്പൂണും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്തത്. ആ കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ അത്തപ്പൂ റെഡി ആയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നേരത്തെ കണ്ടുകൊണ്ട് പറയുവാണ്, ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. കാരണം ഇതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവരുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും വരയ്ക്കാനായി കഴിഞ്ഞാലും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാനായി കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓണാഘോഷ പരിപാടി വിളക്ക് തെളിച്ച് തുടക്കം കുറിക്കാൻ വേണ്ടി നാഫിൻ സാറിനെയും മുനീർ സാറിനെയും ക്ഷണിക്കുന്നു. നമ്മളടുത്ത പ്രോഗ്രാം സെക്ഷനിലോട്ട് പോവാണ്. ആദ്യം ലെമൺ ആൻഡ് സ്പൂണിന്റെ പ്രോഗ്രാമാണ്. ടീം വൈസ് തിരിക്കുന്നുണ്ട്.
ഫൈനൽ ഡിസിഷൻ ആരാണെന്നുള്ളത് അപ്പൊ അടുത്ത മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടാണ്. അല്ലെ ഒന്ന് മാറുക സുന്ദരിയെ കാണിച്ചു കൊടുക്കും. വാശിയേറിയ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെ സദ്യ എങ്ങനെ ആരും പൊളി അതാണ് നമുക്ക് ആവശ്യം. ഗൈസ് അടുത്തത് കസേര കളിയാണ്. എല്ലാവരും റെഡിയാണ് ഗൈസ്. കസേര കളി നമുക്ക് ഈ ഒരു തോൽവി എങ്ങനെയാണ് കാണുന്നത്? അതാണ് പറയൂ. ഈ ഒരു വിജയം എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു വിജയം എന്താണ് പറയാനുള്ളത്? ഈ ഒരു വിജയം എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. ഇവിടെ ഒന്നും പറയാനില്ല, തലവേദനയാണ്. ഒരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. സാർ ഒരു അയ്യോ ഹബീബി തീർച്ചയായിട്ടും ഒരു ഫോട്ടോ എടുക്കാം. ചേർന്ന് ഒരു മിനിറ്റ് ഒരു ബായ് പറ സാറേ, ഒരു ബായ് പറയും.
കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായാലും ആയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ വാങ്ങി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തു. വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിയാസ് മോം വ്ളോഗ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടനൊക്കെ ഒന്ന് അടിച്ച് തകർത്തിട്ട് പോവുക. അപ്പോൾ ഒരിക്കൽ